നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേരള സ്റ്റോറി ഇതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വിവാഹം കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമങ്ങളിലൂടെ വൈറലാകുന്നു. വിവാഹം നടത്തിയത് CPM നേതാക്കന്മാരുടെ നേതൃത്വത്തിലാണ്. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി, അതുപോലെ തന്നെ റഹീം MP ഉൾപ്പെടെയുള്ള ആളുകളുടെ സാന്നിധ്യത്തിലായിരുന്നു തിരുവനന്തപുരത്ത് വച്ച് ആ ഒരു വലിയ വിവാഹം നടക്കുന്നത്. പറഞ്ഞു വന്നത് മൊണാലിസ എന്നറിയപ്പെടുന്ന കുംഭമേളയിലൂടെ വൈറലായ പെൺകുട്ടിയെക്കുറിച്ചാണ്. തനിക്ക് മറ്റെവിടെ പോയി കഴിഞ്ഞാലും യാതൊരു സുരക്ഷിതത്വവും ഉണ്ടാകില്ല, അതുകൊണ്ട് തന്നെ അച്ഛനിൽ നിന്ന് സംരക്ഷിക്കണം അല്ലെങ്കിൽ രക്ഷിക്കണം, നീതി ഉറപ്പാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് തിരുവനന്തപുരം പോലീസ് സ്റ്റേഷനിലേക്ക് ഓടിയെത്തിയ പെൺകുട്ടി പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത്, ഒരു മുസ്ലിം യുവാവുമായിട്ട് തനിക്ക് പ്രണയമാണ്, അയാളെ വിവാഹം കഴിക്കാൻ തൻ്റെ ബന്ധുക്കൾ സമ്മതിക്കുന്നില്ല, പിതാവടക്കം എതിർപ്പ് നിൽക്കുന്നു, തങ്ങളെ രക്ഷിക്കണം എന്ന് അപേക്ഷിച്ചുകൊണ്ടാണ് പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്നതും പിന്നീട് ഉടനടി പോലീസ് സംരക്ഷണം ഒരുക്കി വിവാഹം നടത്തുന്നതും. പക്ഷേ ഇപ്പോൾ അതിൻ്റെ ഏറ്റവും അടുത്തായിട്ട് വരുന്ന റിപ്പോർട്ട് എന്ന് പറയുന്നത് ഇത് കേരള സ്റ്റോറി എന്ന് പറയുന്നതിനേക്കാൾ ഉപരി ലവ് ജിഹാദാണ് എന്ന തരത്തിലുള്ള ഒരു വിമർശനമാണ്. കഴിഞ്ഞ ദിവസം വിവാഹിതരായ കുംഭമേള വൈറൽ താരം മൊണാലിസ ബോസ്ലേക്ക് 16 വയസ്സ് മാത്രമായിട്ടുള്ളൂ എന്ന് പെൺകുട്ടിയുടെ അമ്മയുടെ വോയിസ് സന്ദേശം പുറത്തു വന്നതിന് പിന്നാലെയാണ് ഇത്തരമൊരു വിവാദം ഉടലെടുക്കുന്നത്. വിവാഹത്തിന് തങ്ങൾ അനുമതി നൽകിയിട്ടില്ലെന്നും മകൾ പ്രശസ്തയായ ശേഷം തങ്ങളെ കാണാറില്ല എന്നുമൊക്കെയാണ് അമ്മ പറയുന്ന ആ വോയിസിലൂടെ വ്യക്തമാകുന്നത്. മൊണാലിസ അവരുടെ പിതാവ് ഇപ്പോൾ കേരളത്തിലുണ്ട്. പെൺകുട്ടിയെ സമ്മർദ്ദത്തിലാക്കി ആരൊക്കെയോ തെറ്റിദ്ധരിപ്പിച്ചാണ് ഈ ഒരു വിവാഹം കഴിപ്പിച്ചതെന്നാണ് ആ അമ്മയുടെ പ്രതികരണത്തിലൂടെ വ്യക്തമാകുന്നത്. പിതാവിനരികിൽ നിന്ന് മകളെ സമ്മർദ്ദത്തിലാക്കി കൊണ്ടുപോകാൻ ശ്രമിച്ചവർക്കെതിരെ നടപടി വേണമെന്നൊക്കെയാണ് ആ അമ്മ വോയിസ് സന്ദേശത്തിലൂടെ പറയുന്നത്. മകൾക്ക് 16 വയസ്സ് മാത്രമാണുള്ളത്. ജനന തീയതി തനിക്ക് അറിയില്ല എങ്കിലും സർട്ടിഫിക്കറ്റ് ഉള്ളതെല്ലാം മകളുടെ കൈകളിൽ വ്യക്തമായിട്ട് ഉണ്ട് എന്നും മകളെ തിരികെ ലഭിക്കാൻ സഹായിക്കണമെന്നും ഒക്കെ അഭ്യർത്ഥിച്ചുകൊണ്ട് പറയുന്ന അമ്മയുടെ വോയിസ് സന്ദേശം ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ വൈറലാകുന്നുണ്ട്. മകൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ താൻ ആത്മഹത്യ ചെയ്യുമെന്നതടക്കമുള്ള ഭീഷണി മുഴക്കിക്കൊണ്ടാണ് ഇത്തരമൊരു പ്രതികരണം അവരുടെ അമ്മ നടത്തുന്നത്. എന്നാൽ വിവാദങ്ങൾ ഉടലെടുത്തതോടെ ഉടൻ തന്നെ CPM നേതാക്കന്മാരുടെയൊക്കെ ഇടപെടൽ ഉണ്ടായതുകൊണ്ട് ഈ വിഷയത്തിന്റെ ഗൗരവം വർദ്ധിച്ചു. സമൂഹ മാധ്യമങ്ങളിലടക്കം വലിയ വിമർശനങ്ങൾ ഉണ്ടായി. വേടന്റെ വിവാഹം നടത്തി, ഇപ്പോൾ മൊണാലിസയുടെ വിവാഹം നടത്തി, മൊത്തത്തിൽ CPM നേതാക്കന്മാർ വോട്ട് പിടിക്കാൻ വേണ്ടി എല്ലാ തരത്തിലും പ്രവർത്തിക്കുന്നു എന്ന തരത്തിലുള്ള വിമർശനങ്ങളൊക്കെയാണ് ഈ വിഷയത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോൾ ഈ വിഷയം വിവാദമായതോടുകൂടെ മൊണാലിസയുടെ ഭർത്താവും ഫർമാനും ചേർന്നുകൊണ്ട് തിരുവനന്തപുരത്ത് എത്തുകയും പ്രസ് ക്ലബിൽ ഒരു മീറ്റിംഗിലൂടെ തങ്ങൾക്ക് പ്രായപൂർത്തിയായിട്ടുണ്ട് എന്നുള്ള തെളിവ് സഹിതം വ്യക്തമാക്കുകയും ഒക്കെ ചെയ്തു. ഇനി കേരളത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്നില്ല എന്നുള്ളൊരു പ്രഖ്യാപനം കൂടെ അവർ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അതായത് കേരളത്തിന് പുറത്ത് കടന്നു കഴിഞ്ഞാൽ തങ്ങൾ സുരക്ഷിതരല്ല എന്നുള്ള ബോധ്യം അവരിലുണ്ട് എന്നുള്ള ഒരു രീതിയിലാണ് കാര്യങ്ങൾ ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇവരുടെ അമ്മ എന്ന് അവകാശപ്പെടുന്ന ആ ഒരു വോയിസ് സന്ദേശത്തിൽ പറയുന്നത് പോലെ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയല്ല മൊണാലിസ എന്ന തരത്തിലാണ് മൊണാലിസയുടെയും ഭർത്താവിൻ്റെയും അവകാശവാദം. എന്തായാലും വലിയ രീതിയിലുള്ള വിമർശനങ്ങൾക്ക് വഴിവെച്ചുകൊണ്ട് ഈ കാര്യങ്ങൾ ഇപ്പോൾ പോകുകയാണ്. ഇതിന് പിന്നിൽ ആരെങ്കിലും ഈ ഒരു വിവാഹം പെട്ടെന്ന് നടത്താൻ എന്തെങ്കിലും സമ്മർദ്ദമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഗൂഢലക്ഷ്യത്തിന്റെ ഭാഗമായിട്ടാണോ എന്നതടക്കമുള്ള സംശയങ്ങളും നിലവിലത്തെ സാഹചര്യത്തിൽ ഉയർന്നു കേൾക്കുന്നുണ്ട്. തിരുവനന്തപുരത്ത് കഴിഞ്ഞ ദിവസം വളരെയധികം ഞെട്ടലോടെയാണ് കുംഭമേളയിലെ വൈറൽ സുന്ദരിയായിട്ടുള്ള മൊണാലിസ ബോസ്ലെ എത്തുകയും കാമുകൻ ഫർമാന് ഒപ്പം ജീവിക്കാൻ തങ്ങളെ സഹായിക്കണമെന്നാവശ്യപ്പെട്ട് പോലീസുകാരോട് സഹായം തേടുകയും ഒക്കെ ചെയ്ത വാർത്ത വളരെ ഞെട്ടലോടെ പുറത്തു വന്നത്. കഴിഞ്ഞ ദിവസമാണ് തങ്ങൾ തമ്മിൽ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്ന സ്നേഹിക്കുന്ന ആളുകളാണ്, പക്ഷേ തൻ്റെ ബന്ധുക്കൾ അതിന് സമ്മതിക്കുന്നില്ല എന്നുള്ള ഒരു കാര്യം പറഞ്ഞ് പോലീസ് സ്റ്റേഷനിലേക്ക് യുവതി എത്തുന്നത്. അപ്പോൾ 18 വയസ്സ് കഴിഞ്ഞ ആർക്കും, ഏതൊരു പെൺകുട്ടിക്കും ഏതൊരു ആൺകുട്ടിക്കും അല്ലെങ്കിൽ ഏതൊരു സ്ത്രീക്കും പുരുഷനും അവരുടെ പങ്കാളിയെ തിരഞ്ഞെടുക്കാനുള്ള അവകാശമുണ്ട് എന്നുള്ള ബോധ്യപ്പെടുത്തൽ നൽകിക്കൊണ്ട് പോലീസ് അതിന് നേതൃത്വം നൽകുകയായിരുന്നു എന്നുള്ളതൊക്കെയാണ് റിപ്പോർട്ടുകൾ വ്യക്തമായത്. കഴിഞ്ഞ ദിവസം സംഭവം വാർത്തയായതിന് മണിക്കൂറുകൾക്ക് ശേഷം ഏകദേശം ഒരു 5:30-6 മണി സമയത്താണ് ഈ പെൺകുട്ടിയും ഫർമാൻ എന്ന് പറയുന്ന വ്യക്തിയും തമ്മിലുള്ള വിവാഹം തിരുവനന്തപുരം പൂവാർ
അരുമാനൂർ നൈനാർ ക്ഷേത്രത്തിൽ വെച്ച് നടന്നത്. സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ, മന്ത്രി വി ശിവൻകുട്ടി, ജില്ലാ സെക്രട്ടറി എ റഹീം എന്നിവരുൾപ്പെടെ നൂറുകണക്കിന് ആളുകളുടെ സാക്ഷ്യത്തിലായിരുന്നു ആ ഒരു വിവാഹം ചടങ്ങ് എന്നതും ശ്രദ്ധേയമാണ്. ക്ഷേത്രത്തിന് പുറത്തുള്ള ഗുരുമന്ദിരത്തിൽ വച്ചായിരുന്നു വിവാഹം നടന്നത്. പോലീസ് സ്റ്റേഷനിലെത്തി ഇവർ വിവാഹത്തിന് കുടുംബം തടസ്സമാണ് എന്നും നിയമസംരക്ഷണം വേണമെന്നും ആവശ്യപ്പെടുകയായിരുന്നു. പരാതി നൽകിയതിനു ശേഷം ഇവർ കൊച്ചിയിലേക്ക് മടങ്ങി എന്ന തരത്തിൽ വാർത്തകൾ വന്നെങ്കിലും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അവർ തിരുവനന്തപുരത്തുണ്ട് എന്നും വിവാഹം നടക്കാൻ പോകുന്നു എന്നുള്ള റിപ്പോർട്ട് പുറത്തുവന്നു. കഴിഞ്ഞ 3-4 ദിവസമായി സിനിമാ ഷൂട്ടിങ്ങിനായിട്ട് കേരളത്തിൽ തന്നെ ഉണ്ടായിരുന്നു ഇവരെന്നാണ് സൂചനകൾ. മൊണാലിസ പിതാവിനൊപ്പം ജയകുമാർ എന്ന ആളിന്റെ വീട്ടിലായിരുന്നു താമസിച്ചത്. നാട്ടിലേക്ക് മടങ്ങാൻ രാവിലെ തമ്പാനൂർ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയ സമയത്താണ് പെട്ടെന്ന് വിവാഹത്തിന് കുടുംബം തടസ്സം നിൽക്കുന്നു, മറ്റൊരാളുമായിട്ട് തന്നെ വിവാഹം കഴിപ്പിക്കാൻ വേണ്ടി അവർ ശ്രമിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചേരുന്നത്. ഇതിനുശേഷമാണ് ഇപ്പോൾ ഈ പറയുന്ന യുവാവുമായിട്ട് വിവാഹം നടത്തുന്നത്. ഏതായാലും വളരെ ഞെട്ടലോടെയും ആശ്ചര്യത്തോടെയും മലയാളികൾ കണ്ട ആ ഒരു വിവാഹ ചടങ്ങിന്റെ ദൃശ്യങ്ങൾ കൂടെ കാണാം. ഒന്ന് മാറ് ഫേസ് ബ്രദർ, ഒരു അല്പം ഫേസ്. ഒരു ಸ್ವಲ್ಪ സൈഡ്, ഒരു ಸ್ವಲ್ಪ ബാക്ക്. ഒന്ന് ಸ್ವಲ್ಪ സൈഡ്, ഒരു ಸ್ವಲ್ಪ സൈഡ്. നടു പയ്യടെ എല്ലാരും എന്റെ മണ്ടയിലാണ്. ഒരു ಸ್ವಲ್ಪ സൈഡ്, ഒരു അല്പ സൈഡ്. ഞാൻ ഒന്ന് ഇറങ്ങിക്കോട്ടെന്ന്. എങ്ങോട്ട് ഇറങ്ങാനൊന്ന് തള്ളി കയറിയിട്ട് ഇറങ്ങണേ ഒന്ന്. ഒരു മിനിറ്റ്